ഇവളെ വിശ്വസിക്കരുത്. ഇവളീ കാണിക്കുന്നതൊക്കെ ഒന്നാം തരം നാടകം മോനെ. എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടിന്ന്. ഞാനും വൈശാഖം തമ്മിൽ അടുക്കാൻ ഇടനില നിന്നതും ഞങ്ങൾ എവിടെ ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതിന്റെ ഇവളാ, ഈ മീനാക്ഷി. നിർത്തടി. എന്റെ മരുമോളെ കുറിച്ച് കള്ളം പറയുന്നോ? അമ്മേ, മിണ്ടരുത്. നീ മിണ്ടിയ നീയും തന്നെ മേടിക്കും. നീ മീനാക്ഷിയും കാർത്തിയും തമ്മിൽ അകറ്റാൻ പല വേലകളും ഇറക്കുമെന്ന് എനിക്കറിയാം. അത് ഇവിടെ ചെലവാകത്തില്ല. മീനാക്ഷി എന്റെ മകന്റെ ഭാര്യ മാത്രമല്ല, എന്റെ ആങ്ങളുടെ മകളും കൂടിയാ. നീ അവളുടെ വിക്കറ്റ് തെറിപ്പിക്കാൻ നോക്കിയാലേ തെറിക്കത്തില്ലടി. കാരണം ഇവള് ചെമ്പകമംഗലത്തെ കുട്ടിയാ. ഞാൻ പറഞ്ഞത് സത്യമാ. അത് തിരിച്ചറിഞ്ഞ കാർത്തികിന് കൊള്ളാം. നിർത്തടി. എന്റെ വീട്ടുമുറ്റത്ത് കയറി നിന്ന് വെറും പിച്ചക്കാരിയായി നീ എന്റെ കുഞ്ഞുമക്കളെ തമ്മിൽ പടപിടിപ്പിക്കാൻ നോക്കുന്നോടി. ഇവള് സാധാരണ പെണ്ണല്ല കേട്ടോ. ഇവളുടെ മനസ്സ് നിറയെ വിഷോ. ഇങ്ങോട്ട് ഇറങ്ങടി, പടിക്ക് പുറത്ത്. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി നിൽക്ക്. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മുത്തശ്ശി നിൽക്ക്. മുത്തശ്ശി പ്ലീസ്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം. ഞാനൊരു വിഡ്ഢിയല്ല. എല്ലാം തിരിച്ചറിയാനുള്ള ബുദ്ധിയും കാണാനുള്ള കണ്ണും എനിക്കുണ്ട്. ഈ മൈഥിലി, ഇവൾ എനിക്കിന്ന് ആരുമല്ല. ഇവളെന്റെ ഹൃദയത്തിലേ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഇവളോട് ദയ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിന് പല പല കാരണങ്ങളും ഉണ്ട്. ഇവൾ ഇന്നെനിക്ക് വെറും ഒരു ഫ്രണ്ട് മാത്രമാ. ഇവളുടെ ഈ അവസ്ഥയിൽ എല്ലാരും ഇവളോട് ദയ കാട്ടിയേ പറ്റൂ. പിന്നെ ഇവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇവൾക്ക് തന്നെ നാശമായിരിക്കും. യാതൊരു സംശയവും വേണ്ട. എല്ലാം നഷ്ടപ്പെട്ട ഇവളുടെ ഈ സിറ്റുവേഷൻ നമ്മളെല്ലാരും മനസ്സിലാക്കണം. വേറെങ്ങും പോവാൻ ഇടമില്ലാത്ത ഇവള് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമ്മളെല്ലാരും മനുഷ്യരല്ലേ മുത്തശ്ശി? മൈഥിലി, അകത്തേക്ക് പോ. ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. മീനാക്ഷിയും കാർത്തിയും തമ്മിൽ ഞാൻ അകറ്റും. ഈ കുടുംബം ഞാൻ തകർക്കും. ആ മടമടാന്ന് അങ്ങോട്ട് കുടിച്ച വെള്ളം ഇനി അങ്ങോട്ട് വെള്ളം കൂടി കൂടും. നിന്റെ ആംഗ്ലാന്ന് പറഞ്ഞ ആ ഇന്റർനാഷണൽ ഫ്രോഡാണല്ലോ ഇതിനൊക്കെ കാരണം. അവനെയും ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി പോയ നിന്റെ അമ്മ താരകെ, അച്ഛൻ മാരണത്തെ എല്ലാം ഞാൻ വെള്ളം കുടിപ്പിക്കും. വൈശാഖ് തെറ്റ് ചെയ്തു എന്ന് കരുതി എന്റെ അച്ഛനും അമ്മയും എന്ത് പഴിച്ചു?
എടീ അവര് ലോക പിഴയാതെന്നാണല്ലോ ഇവനിങ്ങനെ തീർന്നത്. നീ എന്റെ കൂടെ കൂടിയപ്പോ അല്പം ഒന്ന് മെച്ചപ്പെട്ടതാ. പക്ഷേ മരം കുരങ്ങിന് എത്ര മാനസാന്തരം ഉണ്ടായാലും മരം കയറ്റം മറക്കുമോ? ജഗദീഷേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ? കണ്ടില്ലടി നിന്റെ നാത്തൂനായിരുന്നവളുടെ പ്രകടനം. അവളെങ്ങാനും ആ കിണറ്റിൽ ചാടിയിരുന്നെങ്കിൽ ചെമ്പകമംഗലത്തുള്ളവർക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു. നിന്റെ ആംഗിളെന്ന് പറഞ്ഞവനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ ശല്യത്തെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ. അതിന് ഇവള് പോയിട്ട് വേണ്ടേ? ഇവൾ അവനെയും ചതിച്ചിട്ടാ അവിടുന്ന് ഓടിയിരിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാൽ ഇതിന് കാരണക്കാരൻ നിന്റെ ആങ്ങളെയാണ്. അവനെ അതിനുശേഷം ഇതുവരെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. അവനെ ഞാനൊന്ന് കാണും. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ അവന്റെ വീട്ടിൽ പോയി കാണും. വെറുതെ കാണാനൊന്നും അല്ല പോകുന്നു. എന്റെ കുടുംബത്തിൽ കയറി മര്യാദകളൊക്കെ കാണിച്ചതിന് അവനെ പിടിച്ചു വലിച്ച് മുറ്റത്തിട്ട് ശരിക്കൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്. എതിർക്കാൻ വന്ന നിന്റെ അച്ഛനും അമ്മയും അവനും ഒക്കെ എന്റെ നന്നായിട്ട് വാങ്ങും. ഇവളാണ് കുഴപ്പക്കാരി. ഇവളിവിടുന്ന് പറഞ്ഞു വിടുന്നതിന് പകരം എല്ലാവരും കൂടെ എന്റെ ആങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ? നിർത്തടി. എന്റെ കുടുംബത്തിന് നാണക്കേടൊക്കെ ഉണ്ടാക്കി വെച്ചത് നിന്റെ ആങ്ങളെ ഒറ്റൊരുത്തനല്ലടി. അതാ അവരുടെ ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്. ദേ നീ ഒറ്റ ഒരാളാ നമ്മുടെ ചെമ്പകമംഗലത്ത് അവനെ കയറി താമസിപ്പിച്ചത്. ഒരേ ഒരു അളിയനല്ലേ പൊളിയനല്ലേ മാങ്ങാ തൊലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നീ എന്നെയും കൂടെ സ്വാധീനിച്ചു. അത്രയ്ക്ക് നാണം കെട്ടൊരു കുടുംബമായി പോയല്ലോ നിന്റേത്. ഇങ്ങനെ നേരും നെറിയില്ലാത്ത ആളുകൾ. എന്തിനാ ജഗദീഷേട്ടാ എപ്പോഴും എന്റെ കുടുംബത്തെ കുത്തി പറയുന്നത്? അത് എനിക്ക് എന്ത് വിഷമാണെന്ന് ജഗദീഷേട്ടന് അറിയില്ലേ? ഓ യോ, കുടുംബത്തെയും കുടുംബക്കാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അവക്കും കയറി നൊന്തു. നീയൊട്ടും മോശമല്ലല്ലോ. നീ അവരെയൊക്കെ കടത്തി വിട്ടേലടി. നിനക്ക് ഇപ്പോഴും അവരുമായിട്ട് വല്ല ബന്ധമുണ്ടോടി? അയ്യോ ഇല്ല, ഞാനവരെ കണ്ടിട്ടോ വിളിച്ചിട്ടോ നാളുകളായി. ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോടി അവരെ? എന്തൊക്കെയാന്ന് പറഞ്ഞാലും നിന്നെ ഇത്രയും നന്നാക്കി വളർത്തിയ മാതാപിതാക്കളല്ലായിരുന്നോ? അതിന് ജഗദീഷേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പൊ എന്റെ സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ നീ പോയേനേന്ന്. അത് ദേ ഇനി എന്നെ വെട്ടിച്ചെങ്ങാനും നീ അങ്ങോട്ട് പോയാ അത് നിന്റെ എന്നേക്കുമായിട്ടുള്ള പോക്കായിരിക്കും. ജഗദീഷേട്ടാ ഒരു പോക്കെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. വിത്തുഗുണം പത്തുഗുണം എന്നൊക്കെ പറയാറില്ല. നീയും അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തയല്ല. എന്നെ പേടിച്ചടങ്ങിയിരിക്കുക. അവസരം ഒന്ന് ഒത്തു കിട്ടിയ അപ്പ പത്തി വിടർത്തും കൊത്താൻ. കരയണ്ട. കള്ളക്കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. അഭ്യാസമൊക്കെ എനിക്ക് മനസ്സിലാവൂടി. ആ വയ്യാവേലി ഉണ്ടല്ലോ നിന്റെ നാത്തൂർ മൈഥിലി, അവളെ എങ്ങനെങ്കിലും ഈ ചെമ്പകമംഗലത്ത് പുകച്ചൊന്ന് പുറത്തേടിക്കും. അവളെ നീ ഇവിടുന്ന് തുരത്തി വിട്ട നീ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളും ഞാനങ്ങ് മറക്കും. ഉറപ്പ്. എല്ലാരും പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടിന്ന്. ഞാനും വൈശാഖം തമ്മിൽ അടുക്കാൻ ഇടന്നിൽ നിന്നതും ഞങ്ങൾ എവിടുന്ന് ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതേ ഇവളാ. ഈ മീനാക്ഷി. എന്താ ഇസിപ്പി ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നില്ലേന്ന്? എനിക്ക് ഉറക്കം വരുന്നില്ല. നീ പോയി കിടന്നു. ഞാൻ പറഞ്ഞ ആ പച്ചക്കള്ളം കാർത്തിയുടെ മനസ്സിലൊരു മുറിവായിട്ടുണ്ട്. മുറിയാൻ തന്നെയാണ് ഞാനത് പറഞ്ഞത്.
എന്താ ACP വല്ലാതെ സീരിയസ് ആയി നിൽക്കുന്ന? ACP ഒന്നുമില്ല. അവള് പറഞ്ഞ ആ നുണ വീണ്ടും ACPയുടെ മനസ്സിൽ കൊണ്ടു അല്ലേ? മീനാക്ഷി, എനിക്ക് അല്പം സ്വസ്ഥത താ. എനിക്ക് എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട്. ഞാൻ ACPയുടെ ഭാര്യയല്ലേ, എനിക്കതറിയണ്ടേ? നീ അറിയേണ്ടതായി തൽക്കാലം ഒന്നുമില്ല. അവര് തമ്മിലുള്ള അകൽച്ച പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി തമ്മി തല്ലി പിരിയണം. അതിനുള്ള വഴിയാ ആലോചിക്കേണ്ടത്. ജയേട്ടൻ അവനോട് ഇക്കാര്യം പറഞ്ഞ് മുഷിയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യങ്ങൾ എന്തായാലും അത് തുറന്നു പറയണ്ടേ ദേവി? അവനെന്റെ അനന്തരവൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ എന്റെ മരുമകനാ. എന്റെ മോളാണ് വിഷമിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. വല്യമ്മാവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. നീ എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹവും പരിഗണനയും വെച്ച് ഇങ്ങനെയൊരു സംസാരം പാടില്ലാത്തതാ. പക്ഷേ വേണ്ടി വന്നു. വല്യമ്മാവന് എന്നോട് എന്തിനാ ഒരു മുഖവുര? എന്നോട് എന്തും ചോദിക്കാനുള്ള അധികാരം വല്യമ്മാവനില്ലേ? പണ്ട് നീ എനിക്ക് മകൻ മാത്രമായിരുന്നു. ഇപ്പോ നീ എന്റെ മകളുടെ ഭർത്താവും കൂടിയാ. അതുകൊണ്ട് കുറെ കൂടി ഫ്രീഡത്തോടെ ചോദിക്കാമല്ലോ, അല്ലേ അമ്മേ? എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണും. ഇപ്പം മനസ്സിലായി. ആ മൈഥിലിയെ ഞാൻ എന്തിനാ ഇതിനകത്ത് താമസിപ്പിച്ചിരിക്കുന്നു? ഇതല്ലേ വല്യമ്മാവന്റെ ചോദ്യം? അതെ, അത് തന്നെ. എന്താ എനിക്കത് ചോദിച്ചുകൂടാന്നുണ്ടോ? ചോദിക്കണം. വല്യമ്മാവൻ അത് ചോദിച്ചില്ലെങ്കിലാ തെറ്റുകാരനാവുന്നത്. മൈഥിലിയോട് ഞാൻ കാണിക്കുന്ന ഈ ദയ എന്ത് കാരണം കൊണ്ടാണെന്ന് ഞാനിവിടെ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സൂയിസൈഡ് ടെൻഡൻസിയുമായി നടക്കുന്ന ഒരു പെണ്ണ്. അവൾക്ക് ആത്മഹത്യയല്ലാതെ ഇപ്പം മറ്റൊരു വഴിയുമില്ല. നിയമപരമായി ഞാനും അവളും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുമില്ല. ഇതുകൊണ്ട് തന്നെ വല്യമ്മാവൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി. എങ്കിലും കുറച്ചുകൂടി വിശദമായിട്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. എൻ്റെ മകള് വളർന്നു വരുമ്പോൾ അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ എനിക്കൊരു വിഷമം. അമ്മ കണ്ടവന്റെ കൂടി ഒളിച്ചോടിപ്പോയെന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്? എന്തായാലും ആ പെണ്ണിനെ നീ തിരികെ കൊണ്ടുവന്ന് ഇതിനകത്ത് താമസിപ്പിച്ചിരിക്കുന്നത് മഹാനാണക്കേടാ. ഈ കുടുംബത്തിനും പ്രത്യേകിച്ച് നിനക്കും. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് നീ നിന്റെ ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളെ അറിയിക്കുക. ഇവളെ നീ നിന്റെ സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ കൊണ്ട് ഹാജരാക്ക്. അവൾ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കട്ടെ. അവളുടെ അച്ഛൻ വലിയ പ്രമാണിയാണല്ലോ. അയാൾ ഇവളെ വീട്ടിൽ കയറ്റത്തില്ലായിരിക്കാം. പക്ഷേ അവർ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കട്ടെ. കാർത്തി, അതല്ലേ അതിന്റെ ന്യായം? അല്ലെങ്കിൽ നിന്റെ വളർത്തമ്മ തന്നെ പറയട്ടെ. ദേവി എന്തു പറയുന്നു? ജയേട്ടൻ പറയുന്നതാ മോനെ അതിന്റെ ശരി. നീ ഈ കാണിക്കുന്നത് തെറ്റാണ്. മീനാക്ഷി നിന്റെ ഭാര്യയല്ലേ? അവൾക്കിത് വേദനയും അപമാനവുമാണ്.
വല്യമ്മാവൻ പണ്ട് എന്റെ മാധുരി അമ്മായിയുമായി ഒളിച്ചോടി. അന്ന് ഈ ദേവമ്മയ്ക്കുണ്ടായിരുന്ന വേദന വേദനയല്ലായിരുന്നോ? മോനെ, കാർത്തി അരുത്. വെരി ഗുഡ്. കാരണത്തടിക്കുന്ന മറുപടി. അത്രയ്ക്ക് മോശമായൊരു കാര്യം ചെയ്തിട്ട് പോയ ആളാ വല്യമ്മാവൻ. ആ വല്യമ്മാവനെ മുത്തശ്ശി പിന്നീട് അംഗീകരിച്ചു. അങ്ങനെ നോക്കുമ്പോ മൈഥിലിക്ക് കുറച്ചു ദിവസം ഈ വീട്ടിൽ അഭയം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? നീ കൂടുതൽ ന്യായങ്ങൾ കൊണ്ട് എന്നെ തോൽപ്പിക്കുകയാണ്. ഞാൻ കാര്യമാ പറഞ്ഞത്. പെണ്ണ് മറ്റൊരു പുരുഷനോടൊപ്പം പോയാൽ അത് തെറ്റ്. ആണെന്ത് മര്യാദക്കേട് ചെയ്താലും അത് തെറ്റല്ലല്ലേ? നീ ഇത്രയ്ക്ക് വിശാലഹൃദയനായി മാറിയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മകളെ അവളുടെയോ എന്റെയോ എന്റെ വീട്ടുകാരുടെയോ അനുവാദമില്ലാതെ നീ ബലമായി പിടിച്ച് താലി കെട്ടി. അവളും നീയും ഞങ്ങൾക്ക് രണ്ടല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് ക്ഷമിച്ചു. പക്ഷേ രണ്ട് ഭാര്യമാരുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാനത് അംഗീകരിക്കില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണീര് ഒരു തുള്ളി ഈ മണ്ണിൽ വീണാല് നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. അമ്മാവനേക്കാളും വലുതാണ്ടോ അച്ഛൻ? മനസ്സിലാവണം. എന്റെ മകൻ ജയരാമൻ ചെയ്തത് ചെറിയൊരു തെറ്റൊന്നുമല്ല. അതിന് ഞാൻ അവനെ ശിക്ഷിച്ചു. ശിക്ഷിച്ചെന്ന് പറഞ്ഞാ ഇരിക്കപ്പിണ്ടം വെച്ച് കളഞ്ഞു. 19.5 കൊല്ലത്തോളം ഞാൻ അവനെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അവന്റെ വിഷമം എത്ര നാള് കണ്ടോണ്ടിരിക്കും? ഞാൻ അവന്റെ അമ്മയല്ലേ? അമ്മ പറയുന്നത് 100% ശരി തന്നെയാണ്. ജേട്ടനോടുള്ള അമ്മയുടെ വൈരാഗ്യം തീരണമെന്നുള്ളത് എന്റെയും കൂടി പ്രാർത്ഥനയായിരുന്നു. അവൻ അങ്ങനൊരു തെറ്റ് ചെയ്തെന്ന് വെച്ച് അക്കാര്യം പറഞ്ഞ് ഇവൻ സ്വയം ന്യായീകരിക്കുന്ന എന്തിന്? അവൻ ചെയ്തെന്ന് വെച്ച് അങ്ങനൊരു തെറ്റ് ഇവൻ ആവർത്തിക്കാണോ ചെയ്യേണ്ടത്? അത് ശരിയാണോ? എന്തായാലും കാർത്തിമോൻ ചെയ്യുന്നതൊന്നും നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ലമ്മ. ഈ മൈഥിലി എന്ന പെണ്ണ് ചെമ്പകമംഗലത്തിന് ഒരു തലവേദന തന്നെയാ. സംശയം എന്ത്? അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാത്തത് പലതും ആലോചിച്ചിട്ട് തന്നെയാ. മുത്തശ്ശിയാണെന്നുള്ള കാര്യം മറന്ന് കാർത്തി നിലവിട്ട് സംസാരിക്കും. അങ്ങനെ വന്നാൽ എന്നേക്കുമായി അവനും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. അതൊന്നും വേണ്ട. ബന്ധങ്ങളൊന്നും അങ്ങനെ ഉലയാൻ പാടില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്കേണ്ടത്. മീനാക്ഷിയുടെ ജീവിതം തകരാൻ പോകുന്ന ഈ മൈഥിലി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവള് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മൈഥിലിയോടുള്ളത് സഹതാപം മാത്രമാണെന്നല്ലേ കാർത്തിക് പറയുന്നത്? ആ, കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? അതും അവന്റെ ഹൃദയത്തിലിട്ട് തൊഴിച്ചിട്ട് പോയവള്. തന്നെ ചതിച്ച പെണ്ണാണെങ്കിലും അവളോട് പൊറുക്കാൻ കാർത്തിക് തയ്യാറാണെങ്കിലോ? ചില മനുഷ്യരങ്ങനെയുണ്ട്. അവർക്ക് തന്നെ ചതിച്ചവരാണെങ്കിൽ പോലും അവരെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ആർക്കറിയാം ഇവന്റെയൊക്കെ മനസ്സിൽ എന്താണെന്ന്? മീനാക്ഷിയുടെ സ്വസ്ഥതയെ കരുതി നമുക്ക് അവളെ ഇവിടുന്ന് ഒഴിവാക്കണം.
അതിനെന്താ മാർഗമെന്നാ നമ്മൾ ആലോചിക്കണ്ടേ. എന്താ മോളെ? ആ മൈഥിലി വെച്ച പാര പിന്നെയും ഏറ്റു. അവളെയും വൈശാഖിനെയും ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത് ഞാനാണെന്ന നുണ ACPയുടെ മനസ്സിൽ നിന്ന് അത് മാറി വരുമായിരുന്നു. അപ്പോഴാ അവളത് വീണ്ടും എടുത്ത് പ്രയോഗിച്ചത്. ACP എന്നോട് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ആത്മഹത്യ ഏർപ്പാടൊക്കെ അവളുടെ ഒരു നാടകം തന്നെയാ. വ്യക്തമായ ചില ഉദ്ദേശങ്ങളോട് തന്നെയാ അവൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ ACPയുടെയും ജീവിതം തകർക്കണം, അതിന് തന്നെയാ അവൾ ഈ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്.